എനിക്ക് ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഞാൻ ഇനിയും പടർന്ന് പന്തലിക്കണം എന്നൊക്കെയുള്ള അത്രയൊന്നുമില്ല. എനിക്ക് ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. ആക്ച്വലി ടോവിനോ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നെ അത് ഭയങ്കര മനുഷ്യപ്പെട്ടുള്ള സ്റ്റാൻഡായിരിക്കും എപ്പോഴും അയാൾ പറയുന്ന സ്റ്റാൻഡ്. നേരെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളെന്തോ വലിയ ഉന്നത കുലജാതരും എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ആക്ച്വലി. തിരിച്ചു വിളിച്ചാൽ അത്രേ ഉള്ളൂ. ആ ചൊറിച്ചിൽ ഇപ്പോഴും പിന്നെ അത് ഓർക്കുമ്പോൾ ആ ചൊറിച്ചിൽ മാറില്ല. ജീവിച്ചിരിക്കുമ്പോ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യം. അതെ, ഒരു ഭ്രാന്തനെ പോലെ അലയാണ് ഗൗതമി. മറ്റേ ഗൗരവമൊക്കെ പിടിച്ചിരിക്കുന്ന ശരിക്കും മറ്റേ തറ ഫണ്ണാണ്. ആദ്യത്തെ സിനിമ എന്തായാലും കുറച്ച് അഡ്വഞ്ചർ ആവാം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. നല്ല അഡ്വഞ്ചർ ആയിരുന്നു. ചേച്ചി അങ്ങനെയല്ല, തിരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് തലേക്ക് കൈ വെച്ചിട്ടൊക്കെ ഓടും. അത് അത് എനിക്ക് തോന്നുന്നു ഫോട്ടോ വെച്ചിലൊക്കെ നടക്കുന്ന ചടങ്ങ്. ഇപ്പൊ വീടിനൊരു ചായ്പ് കെട്ടാൻ അവര് ഒരു പാർട്ടി നടത്തും. അതുപോലെയുള്ള ഒരു ചടങ്ങാണ്. ഇപ്പോഴും എന്റെ പേര് രാജേഷ് മാധവനാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ചൈതന്യ. മലയാള സിനിമയിലെ ഏതൊരു റോളും നമുക്ക് വളരെ വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ പറ്റാവുന്ന ഒരാള്. അത് മാത്രമല്ല 10 വർഷങ്ങൾ മലയാള സിനിമയിൽ പിന്നിടുന്ന ഒരാള്, അങ്ങനെയും കൂടെ പറയല്ലേ. രാജേഷ് മാധവൻ, നമസ്കാരം. നമസ്കാരം രാജേഷ് ചേട്ടാ, ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയതിൽ. ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ലൈവായിട്ട് നിൽക്കുക. എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്ത ക്യാരക്ടേഴ്സിനെല്ലാം എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. അത് അങ്ങനെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി ക്യാരക്ടേഴ്സ്. പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് ആക്ടർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചു വന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ കിട്ടിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര രസമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കുറെ എണ്ണമൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും എന്റെ പേര് രാജേഷ് മാധവനാണെന്ന് ആൾക്കാർക്ക് അറിയില്ല. എന്നെ സുരേഷ് ചേട്ടാ, മനാഫ്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് ഈ 10 വർഷമായി എന്നൊക്കെ ഉള്ളത് ഓർമ്മിക്കുന്നതൊക്കെ. ഈ 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു രാജേഷ് മാധവനെ എങ്ങനെയാണ് ഈ രാജേഷ് മാധവൻ ഒന്ന് വിലയിരുത്തുക? വളരെ പരിതാപകരായി പോയി. കൊച്ചിയിലേക്ക് ഇങ്ങനെ നടക്കുക, മറ്റേ ജോലിയൊക്കെ വിട്ടിട്ട് സിനിമ ആവും, സെറ്റാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൊച്ചിയിൽ ആൾക്കാരോടൊക്കെ ഇടയ്ക്ക് കഥയൊക്കെ പറയാനുള്ള അവസരം കിട്ടും. കഥയൊക്കെ പറയും. അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് പോയതാണ്. ദിലീഷ് പത്തനോട് കഥ പറയാൻ വേണ്ടിയിട്ട് പോയതാ. ഞങ്ങൾ അന്നേ ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ ഇതുവരെ നടന്നിട്ടില്ല. 10 വർഷമായി, 10-12 വർഷമായി. ആ സിനിമയുടെ കഥ പറയാൻ പോയപ്പം അങ്ങനെയാണ് പുള്ളി എന്നെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ പുള്ളീനെ അഭിനയിപ്പിക്കാൻ പോയിട്ട് ഞാൻ അഭിനയിക്കേണ്ടി വന്നു സിനിമയിൽ. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ദിലീഷ് ചേട്ടൻ അങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ടാവുക? കഥ പറയാൻ പോയ ഒരാളെ പിടിച്ച് അഭിനയിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഞങ്ങള് കുറച്ചു കാലമായിട്ട് ഇവിടെ സിനിമ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ശ്യാം പുഷ്കറിനൊക്കെ ഞങ്ങളെ അറിയാം. അപ്പൊ ദിലീഷ് പോത്തൻ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോ കുറെ ഇങ്ങനെ നാടകങ്ങളെ കുറിച്ചിട്ടും അപ്പൊ കാലടിയിൽ പഠിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഈ ഏരിയയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതല്ലേ, എന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള മാർഗം ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ആദ്യം ആ വേഷത്തിലേക്ക് സെലക്ട് ചെയ്തത്. പിന്നെ രസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നീ അഭിനയിക്കാനുള്ള റോളുകളൊന്നും വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് തുടങ്ങിയല്ലേ. അവിടുന്ന് പിന്നെ മെല്ലെ ഈ റോള് എല്ലാവരും കണ്ടു. ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിലെ വേഷം എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ ഈ കോസ്റ്റ്യൂമർ സമീറ സനീഷ് വേറൊരു സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വർക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വേറെ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടും പിന്നെ കണ്ട ആരെങ്കിലും ഒക്കെ
ഇയാളെയും കൂടി ഒരു ക്യാരക്ടറിലേക്ക് വിളിച്ചേക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ റോളുകളിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും മിന്നൽ മുരളിയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇയാളൊരു വേഷത്തിനൊക്കെ എടുക്കാം എന്നുള്ള ആ നിലവാരത്തിലേക്കായി തോന്നുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുമ്പോ ഉണ്ടല്ലോ, ആ ശിവനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. മുഴുകാനുള്ള ശിവൻ. മുഴുകാനുള്ള ശിവൻ. അത് മാത്രമല്ല, നീലയൊക്കെ അടിച്ചിട്ട് ആ ശിവന്റെ ഒരു ദേഷ്യം ഉണ്ടല്ലോ, ആ ചൊറിച്ചിൽ ഇപ്പോഴും പിന്നെ അത് ഓർക്കുമ്പോ ആ ചൊറിച്ചിൽ മാറില്ല. നല്ല അടിച്ചോർന്നു അല്ലേ. ആ രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേകത മാലയും ഇതൊക്കെ ഇട്ടിട്ട് ആ നീല കളറൊക്കെ അടിച്ചിട്ട്, പക്ഷെ ഭയങ്കര രസമായിരുന്നു. എത്ര നേരം വേഷം കെട്ടി നടക്കാൻ. എത്ര നേരം എടുത്തു അങ്ങനെ ഒന്ന് വേഷം കെട്ടി നടക്കാനായിട്ട്? അത് പിന്നെ ഒന്നുമില്ല, നമ്മളിങ്ങനെ മറ്റേ എന്താ തോർത്തുമുണ്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുക, അവര് 4 ഭാഗത്തും വന്നിട്ട് അടിച്ചങ്ങ് സെറ്റാക്കി തരും. അതേപോലെ എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനകത്തെ ആ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കുന്ന ഒരു സീരിയല്ലേ, അപ്പൊ നമ്മൾ പൊട്ടോ 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 കഷ്ടം എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അത്. അതിന് ഒരു ഫൺ മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇത് ഈ നമ്മള് ശരിക്കും ഞാൻ അഭിനയിച്ച സിനിമകളുടെ ഫണ്ണൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേക്കേഴ്സിന്റെയും കൂടെ കാര്യമാണ്. ഇപ്പൊ മായാനന്ദിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, നയൻതാരയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അത് ശ്യാമേട്ടൻ പറഞ്ഞു തന്ന ആ മീറ്ററിലാണ് അത് അങ്ങനെ ആയത്. പിന്നെ ഇത് രതീഷ് പൊതുവാള് ഭയങ്കര ഫണ്ണോടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാള് പിന്നെ നല്ല ഹ്യൂമർ സെൻസുള്ള മനുഷ്യനാണ്. ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര അപാരമായിട്ടുള്ള ഹ്യൂമർ സെൻസുള്ള മനുഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോൾ പുള്ളി അത് പറഞ്ഞു തരുമ്പോൾ തന്നെ, എടാ ഇത് കഴിയുമ്പോൾ നിനക്ക് അതിൽ ദേഷ്യം വെക്കും, നീ ആ ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കും, പക്ഷെ പൊട്ടില്ല, അതിന് താഴെ എറിഞ്ഞു കൊടുക്കണം. വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് അതിന്റെ ഒരു ഫണ്ണ് കിട്ടും. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടമാണ് കോമഡിയൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയാവും അല്ലെ. ഈ കോമഡി ഇഷ്ടമുള്ള ഒരാൾ ഇതാ ഇപ്പൊ എത്തി നിൽക്കുന്നത് വില്ലൻ റോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ ശരിക്കും പറയട്ടെ, നിങ്ങൾ വില്ലൻ ആവുമ്പോണ്ടല്ലോ ശരിക്കും പിടിച്ച് ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും. അതുപോലുള്ള ദേഷ്യമൊക്കെ വരും. ഒരു സൈക്കോ ആണോ ഈ മനുഷ്യൻ എന്തോ കാണിക്കുന്നതെന്നൊക്കെ വരുന്നത്. അങ്ങനെ ഒരു എവിടെയോ ഒരു ദേഷ്യവും നമുക്ക് തോന്നും. എന്നാ അയ്യോ എവിടെയോ ഒരു ഇയാളാണല്ലോ എന്നൊരു സാധനം വരും. ഇപ്പൊ കാക്കി സർക്കസിലേക്ക് നമ്മളിത് എത്തി നിൽക്കുമ്പോ അതിങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാക്കി സർക്കസിന്റെ പുതിയ ഇപ്പോഴത്തെ ഒരു വിശേഷമായിട്ട് പറയാനുള്ളത്? ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ പിന്നെ തമിഴും മലയാളവും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കാക്കി സർക്കസ് എനിക്ക് ഭയങ്കര പേഴ്സണലി പിന്നെ അടുത്തുള്ള ഒരു സിനിമയാണ്. അമീൻ എൻ്റെ സുഹൃത്താണ് ഇതിന്റെ ഡയറക്ടർ, ആകാശ് എൻ്റെ സുഹൃത്താണ് റൈറ്റർ. പിന്നെ നീരജും അമിതും ഒക്കെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ ക്യാമറാമാന്മാര്. അപ്പം അവർ ഈ കഥ ചർച്ച ചെയ്യുമ്പോഴേ എനിക്കറിയാം. ആ സമയത്ത് ഈ ക്യാരക്ടറിൽ എന്നെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വേഷം ഇവര് പിന്നെ എന്നെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ എന്ന് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ പിന്നെ എന്താ രാജേഷേട്ടാ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഒരു സമയത്താണ് ഇത് തമിഴിലെ വെബ് സീരീസ് ആണ്. ആദ്യം സിനിമയൊക്കെ ആയിട്ടാണ് ആലോചിച്ചത്, തമിഴിലെ വെബ് സീരീസ് ചെയ്യാൻ പോവാണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം അതിനൊരു എപ്പിസോഡ് സ്വഭാവമുള്ളൊരു കഥയാണ്. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ വേഷം നിങ്ങളാണ് ചെയ്യുന്നത് വില്ലൻ എന്നുള്ളത് പറയുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യം. ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു ഭ്രാന്തനെ പോലെ അലയാണ് എനിക്ക്. അതായത് എനിക്ക് തോന്നുന്നു ഗൗതമിയുടെ ഇതിന്റെ ആണെങ്കിൽ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും നമ്മള് ഗൗതമി ഇങ്ങനെയായിരുന്നോ എന്ന് ഒരു ഇത് തോന്നിയിരുന്നു. കാരണം കുറച്ചുകൂടെ ആള് ചില്ലാണ്. ഇതിനകത്ത് ക്യാരക്ടറിലേക്ക് വരുമ്പോ വെറുതെയാണ് ഗൗതമി മറ്റേ ഗൗരവമൊക്കെ പിടിച്ചിരിക്കുന്ന ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗൗരവമൊക്കെ അല്ല. ഇപ്പൊ ആള് മോഡ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മോഡ് മാറ്റിയിട്ടുണ്ട്. ശരിക്കും മറ്റേ തറ ഫണ്ണാണ്. അടിപൊളി. രാജേഷ് മാധവന്റെ ഏറ്റവും എന്താ എടുത്തു പറയേണ്ട ഒരു നല്ല സന്തോഷവും വിശേഷവും ഒക്കെയാണ് പെണ്ണും പൊറാട്ടും എന്നുള്ളത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും അത് ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പതേ OTT-ൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണും പൊറാട്ടിലേക്കുള്ളൊരു വഴി ശരിക്കും അങ്ങനെയായിരുന്നു. 10 വർഷം മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ ഓൾറെഡി. അതിന് മാറ്റി വെച്ച് എന്തുകൊണ്ട് പെണ്ണും പൊറാട്ടും? ഇത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ഇതിന്റെ റൈറ്ററും ഒരുമിച്ച് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ജോലിയൊക്കെ ഒരുമിച്ച് തന്നെ വിട്ടിട്ട് സിനിമ എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അപ്പൊ അന്നു മുതലുള്ള നമ്മുടെ മനസ്സിലുള്ള കുറച്ച് കഥകളിൽ ഒന്നാണ് പെണ്ണും പൊറാട്ടും. അപ്പൊ ഈ രൂപമൊന്നും ആയിട്ടില്ല അതിന്. അത് പിന്നെ സിനിമ സംവിധായകനാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. പിന്നെ ആക്ടറായി, എന്നെ അങ്ങനെ ഇനി ആക്ടറായി എന്നുള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ആഗ്രഹം അങ്ങനെ തന്നെ ഉണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് സംവിധായകനായാലേ പറ്റുള്ളൂ.
അപ്പോൾ ഈ എന്നാത്താൻ കേസ് കോഡിൻ്റെ ഷൂട്ടും പരിപാടികളും പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ബെന്നി കട്ടപ്പന പിന്നെ സന്തോഷ് ടി ഗുരുവിള എൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയും നീ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമ എൻ്റെ മനസ്സിലുള്ള പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലുള്ള ഐഡിയ പറയുന്ന പോലത്തെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമ എന്തായാലും കുറച്ച് അഡ്വഞ്ചർ ആവാം എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. നല്ല അഡ്വഞ്ചർ ആയിരുന്നു. അങ്ങനെയാണ് കുറെ പുതുമുഖങ്ങളെ വെച്ചിട്ട് പിന്നെ പട്ടിയെ 100ഓളം പുതുമുഖങ്ങളും എല്ലാം പുതുമുഖങ്ങളാണ്. 400ഓ 500ഓളം മൃഗങ്ങളും. അതെ. ഈ ഇത്രയും നമ്മൾ ചില സിനിമകളൊക്കെ എടുക്കുമ്പോ മനുഷ്യന്മാര് കൂടുതലും മൃഗങ്ങള് കുറച്ചതിന് കുറവായിരിക്കും. ഇതിൽ മൃഗങ്ങൾ കൂടുതലും മനുഷ്യന്മാര് കുറവാണ്. ഇതിൽ ആര് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടെ? അവരൊക്കെ എന്നോട് പിണങ്ങുമല്ലോ. ആക്ച്വലി എല്ലാം ഭയങ്കര പാടാണ്. ഇവർ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡയലോഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറയാനൊന്നും പറ്റണമെന്നില്ല. ഫൈറ്റ് അതന്നെ. സുമിത്ര ചേച്ചിയൊക്കെ പിന്നെ സുമിത്ര ചേച്ചി ഒന്ന് മനസ്സിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ വരുള്ളൂ. ഇനി എങ്ങനെ നമ്മള് സുമിത്ര ചേച്ചി അങ്ങനെയല്ല തിരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറയുന്ന തലേക്ക് കൈ വെച്ചിട്ടൊക്കെ ഓടും. അല്ലാതെ മറ്റേ തിരിച്ചത് എത്താൻ കുറച്ച് പ്രയാസം. പക്ഷെ എന്താ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇപ്പൊ സുട്ടുവിനടക്കം എങ്ങനെയെങ്കിലും ഇവർക്ക് ഇത് പെർഫോം ചെയ്ത് കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം പോലെയാണ് ആ ആർട്ടിസ്റ്റുകളൊക്കെ പെരുമാറിയത് നമ്മളോട്. കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ്, കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഫൈറ്റൊക്കെ പറയുന്നത് കാണുന്നില്ലേ, അത് പിന്നെയുണ്ട്. കുറച്ച് നേരം ഞങ്ങൾ ഇതിൽ നിൽക്കും, എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുക്കും പോയിരുന്നിട്ട്, പിന്നെ വീണ്ടും തുടങ്ങും. വീണ്ടും ഫൈറ്റിലേക്ക് നമ്മൾ പോകും. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞാനും ഇങ്ങനെ അവിടെ നിന്ന് ചേച്ചി പായല്ല ഇങ്ങനെ ആലോചിക്കാം. ഇത്രയും കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് ചേട്ടൻ പായറ്റ് എന്ന് പറയുമ്പോഴേ ഇത് എന്തായത് അതിപ്പോ ചെയ്തിട്ട് പറഞ്ഞ പോലെ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ചേച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ആൾക്കാർക്ക് എന്ന് പറയാൻ ശ്രമിക്കും. പക്ഷെ അതെ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഞാൻ ദിലീഷ് പോത്തനാണ് ഫസ്റ്റ് തൊണ്ടി മുതല് കാസർഗോഡും കണ്ണൂരും ഭാഷയൊക്കെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ട് അത് അതിന്റെ ഒറിജിനൽ സാധനം തന്നെ വേണം എന്ന് തീരുമാനിച്ചത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദിലീഷ് പോത്തനാണ്. അപ്പോൾ തൊണ്ടി മുതലാണ് എന്റെ ആദ്യത്തെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന വർക്ക്. 2017. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് വരെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ഇത് സ്ലാങ് ഇതാണ് എന്ന് ഉറപ്പിക്കാൻ ഞങ്ങളുണ്ട് അവിടെ. പക്ഷെ ഇതിന്റെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നത് ദിലീഷ് പോത്തൻ തന്നെയാണ്. ആ കോൺഫിഡൻസ് ആണ് എനിക്ക് പാലക്കാട് പോയിട്ട്, ഞാൻ കാസർഗോഡുകാരനായ ഞാൻ പാലക്കാട് പോയിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കണ്ടന്റ് ഉണ്ടായിക്കോളും, അവർ ആ സ്ലാങ് വിടാതെ പിടിച്ചോളും എന്ന് തോന്നാൻ ഉള്ള കാരണം. പിന്നെ എന്റെ കൂടെ ഒരുപാട് പാലക്കാടുകാര് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കാസ്റ്റിങ്ങിനും എല്ലാറ്റിനുമായിട്ട് കൂടെ അസോസിയേറ്റും ഒക്കെ സെറ്റാക്കാൻ ആൾക്കാരുണ്ട്. ചില വാക്കുകള് എനിക്ക് ഞാനിങ്ങനെ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും, കുറച്ച് ഇവിടെ നിന്ന് ഇപ്പൊ ഒരു എറണാകുളത്ത് നമ്മൾ തെക്കോട്ടേക്ക് പോവാണെങ്കിൽ ഭാഷകള് കുറച്ച് വ്യത്യാസമാണല്ലോ. ഇപ്പൊ ഓണാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ മറ്റേ ശുദ്ധ മലയാളം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പയറ്റെന്ന് കേൾക്കുമ്പോ ഈ പയറ്റ് എന്താണ് എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ടായി. ഇത് ആക്ച്വലി ഇതൊരു പാലക്കാടൻ ഭാഷ, പാലക്കാടിന്റെ കുറച്ച് സ്ലാങ് ഉപയോഗിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പാലക്കാടിന്റെ ഒരു കൾച്ചറൽ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിൽ. ഇതൊരു കേരളത്തിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള കുറെ കൾച്ചറൽ സാധനങ്ങളുടെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ കുമ്പളങ്ങ ഉടക്കുന്നതൊന്നും ഈ കല്യാണത്തിന്റെ ചടങ്ങിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. ആക്ച്വലി ഒലക്ക അതില്ല. പിന്നെ ഇപ്പം കല്യാണത്തിന് ഈ ഇതിന് അനുഗ്രഹിക്കുന്നതിന് പകരം തച്ച് മന്ത്രിക്കുക എന്ന് പറയുന്ന നാട്ടിലൊരു ചടങ്ങിന്റെ രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അനുഗ്രഹിക്കുന്നൊക്കെ മറ്റേ പച്ചില കൊണ്ടുപോയിട്ട് ഇട്ടിട്ടാ. അപ്പൊ അങ്ങനെ കുറെ നമുക്ക് കണ്ട് പരിചയമുള്ളത് പോലത്തെ കുറെ കൾച്ചറൽ സാധനം നമ്മൾ പട്ടട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മളോട് വേര് നട്ട് അതെ, അവിടത്തേക്ക് എടുത്ത് നട്ടതാണ്. അല്ലാതെ അതിന് ഇതായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ പാലക്കാടിന് ഞാൻ തന്നെ കുറെ സാധനങ്ങൾ അപ്പോഴാ പുതുതായിട്ട് കേൾക്കുന്നത്. ഈ പണ്ട് ഒ വി വിജയന്റെ നോവലില്, ഖസാക്കിന്റെ നോവലിലൊക്കെയാണ് തീൻ പണ്ടങ്ങൾ എന്നൊക്കെ വായിച്ചിട്ടുള്ളത്. അത് റാവുത്തർമാരുടെ ഭാഷയാണ് അവിടുത്തെ. അപ്പൊ റാവുത്തർമാരുടെ ഭാഷ, ഒരു റാവുത്തറായിട്ടുള്ള ഒരാളെ കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തീമ്പണ്ടങ്ങളും ബിരിയാണിയൊന്നും കഴിക്കാൻ വന്നതല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കാനാണ് എന്ന് പുള്ളി പിന്നെ പറഞ്ഞു. അപ്പൊ തീൻ പണ്ടങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം എല്ലാവരും ഒന്ന്
പക്ഷെ അതവിടെ ഇരിക്കട്ടെ, അത് സിനിമ ടോട്ടലി ബുദ്ധിമുട്ടിക്കില്ലല്ലോ. ഇങ്ങനത്തെ ഒരു വാക്ക് അത് കേട്ടോട്ടെ ആൾക്കാര് എന്നുള്ള രീതിയില് പരിചിതമായിക്കോട്ടെ, അങ്ങനെ കുറെ ഇട്ടതാ. ഇപ്പം നമ്മൾ മനസ്സിലാവാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടെങ്കിലും മറ്റേ കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതിരിക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അതങ്ങനെ പോയിക്കോട്ടെ. തനതായിട്ടൊരു സാധനം. അതെ, എപ്പോഴെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ട്, ആ സിനിമയിൽ ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം അതിനുണ്ടെങ്കിൽ നടത്തിക്കോട്ടെ. ഇപ്പൊ ഫൈറ്റിന് വന്നതുപോലെ ഫൈറ്റിന് വലിയ ഉത്തരവാദിത്വം തന്നെയാണല്ലേ തലയിലെടുത്ത്. ഫൈറ്റ് ആക്ച്വലി പിന്നെ വടകരയിലുള്ള ഒരു ചടങ്ങാണ്. ഇതിന് പിന്നെ പാലക്കാട് യാതൊരു ബന്ധമില്ല. പക്ഷെ പയറ്റ് എന്ന് പറയുന്ന ചടങ്ങ് വടകരയിൽ നടക്കുന്ന എക്സാക്ട് ചടങ്ങുമല്ല നമ്മൾ അതിലേക്ക് പറ്റില്ല. ഈ പയറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കുറിക്കല്യാണം, പയറ്റ്, ബന്ധുപ്പണം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ടീ പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഫോട്ടോ വെച്ചിലൊക്കെ ടീ പാർട്ടി ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അപ്പോൾ നാട്ടില് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൈമാറാൻ, എനിക്ക് എൻ്റെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇന്ന് കുറച്ച് പൈസ വേണം, ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് അവർക്ക് ഒരു ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരിന്നൊക്കെയുള്ള കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ട് ആ പരിപാടി നടത്തും. ഇത് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ ഈ തന്ന പൈസ തിരിച്ചു കൊടുക്കാം. ഈ ചടങ്ങ് എല്ലായിടത്തും ഉള്ളതാണ്, കണക്ക് എഴുതി വെച്ചിട്ടുള്ളതാണ് എല്ലായിടത്തും. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ നാട് ശരിക്കും ഓച്ചിറയ്ക്ക് പടിഞ്ഞാറായിട്ട് ആലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പൊന്മാനകത്ത് കാണിക്കുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം ആ കല്യാണത്തിന് കൊടുത്ത സംഭവങ്ങൾ തിരിച്ചിവിടെ എത്തിയാലേ നമുക്ക് ശരിക്കും അതൊരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയായിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പൊ ഞാൻ ഇത് കാണുമ്പോ ആലോചിച്ചു, പൊതുവെ വടക്കൻ നാട്ടുകളിലേക്ക് അങ്ങനെ ഇല്ല എന്നാണ് പറയാ, അധികമായി ഉണ്ടാവില്ല. കുറിക്കല്യാണം എന്നുള്ള പരിപാടി കേട്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ, കല്യാണത്തിനൊക്കെ അത് ഈ കൊല്ലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ ഇങ്ങനെ രണ്ട് കൾച്ചർ മിക്സ് ചെയ്തതായിരിക്കും, എന്നിട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നട്ടായിരിക്കും. എല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ്. അതിനെ നമ്മള് ഇതുപോലെ ആക്ച്വലി പെണ്ണും പൊറാട്ടിലും പറഞ്ഞ പോലെ ഒരു ചടങ്ങില്ല. അത് എനിക്ക് തോന്നുന്നു ഫോട്ടോ വെച്ചിലൊക്കെ നടക്കുന്ന ചടങ്ങ്. ഇപ്പൊ വീടിനൊരു ചായ്പ് കെട്ടാൻ അവര് ഒരു പാർട്ടി നടത്തും, ടീ പാർട്ടി. അതുപോലെയുള്ള ഒരു ചടങ്ങാണ് പെണ്ണും പൊറാട്ടിലുള്ളത്. അപ്പൊ അത് ആൾക്കാർ ആദ്യം പിന്നെ ഉണ്ണി വ്ളോഗൊക്കെ അത് മറ്റേ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, മറ്റേ എന്താണ് പയറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ പിന്നെ ഈ സിനിമ കണ്ടും കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ പയറ്റ് അത് അങ്ങനത്തെ ഒരു ചടങ്ങായിരിക്കും എന്ന് ആൾക്കാർ വിചാരിക്കുന്നതാണ് വിചാരിച്ചത്. എന്തുകൊണ്ട് ടോവിനോ? എനിക്ക് ഇഷ്ടമാണ് ടോവിനോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോവിനോ. ടോവിനോട് പിന്നെ ഈ മായാനദി മുതൽ അറിയുന്നതാണ്. ഇങ്ങനൊരു ആവശ്യം പറയാനുള്ള ഒരു സൗഹൃദം ഉണ്ട് ടോവിനോട്. പിന്നെ ബേസിക്കലി എനിക്ക് ടോവിനോട് ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് സ്നേഹം തോന്നും എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. സത്യം മനസ്സിലാവും പെട്ടെന്ന്, നമ്മളിങ്ങനെ അതാണല്ലോ ഇതുള്ളൊരു ഇതുണ്ടല്ലോ നമുക്ക്. ഇപ്പം ആക്ച്വലി ടോവിനോ ഒരു കാര്യത്തിലേക്ക് എടുക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ട്. പിന്നെ അത് ഭയങ്കര മനുഷ്യപ്പെട്ടുള്ള സ്റ്റാൻഡായിരിക്കും എപ്പോഴും അയാൾ പറയുന്ന സ്റ്റാൻഡുകൾ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സുട്ടുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതാ സുട്ടു എന്ന് പറയുന്ന ആ ഒരാള് ഇപ്പൊ ടോവിനോ എന്നുള്ള ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഇതുണ്ട്. നമ്മള് ചിലപ്പോ പറയുന്ന മറ്റേ മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് എല്ലാവർക്കും സുട്ടുവിന് പല പല ഘട്ടങ്ങളുണ്ടെങ്കിലും ഈ മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ദേഷ്യവും ആ ഒരു ഡയലോഗും ഭയങ്കരമായിട്ട് എറിച്ചു നിൽക്കുന്നുണ്ട് ആ സിനിമയിൽ ശരിക്കും. അപ്പോ ഈ ഞാനന്ന് കണ്ടൊരു പോസ്റ്ററിനകത്തും ഈ മനുഷ്യന്റെ മക്കളെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര കീനായിട്ട് ചിന്തിച്ച് എഴുതിയതായിരുന്നു അത്? അങ്ങനെ ചിന്തിച്ചിട്ടല്ല, അതെനിക്ക് തോന്നുന്നു പോസ്റ്റിലൊക്കെ വന്നാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങനെ മൊത്തം എഴുതിയിട്ട് പോയതല്ല ആ സിനിമ. ഞങ്ങൾക്കൊരു മൊത്തം സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനനുസരിച്ചിട്ടാണ് സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ മനുഷ്യന്റെ മക്കളെ ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്ത് വന്നതാണ്. അത് ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ അത് കുറച്ച് ഫോഴ്സ്ഡ് ആവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം വെച്ചിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റാണത്. പിന്നെ വിളിക്കണ്ടേ ആരെങ്കിലും ഒക്കെ. അങ്ങനെ എത്ര കാലായി തിരിച്ചൊക്കെ വിളിച്ചോണ്ടിരിക്കണം. നമ്മളെന്തോ വലിയ കാര്യമാണെന്നല്ലേ എന്റെ നേരെ തിരിച്ചു വിളിക്കുമ്പോ നമ്മളെന്തോ വലിയ ഉന്നത കുലജാതരും എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ആക്ച്വലി. തിരിച്ചു വിളിച്ചാൽ അത്രേ ഉള്ളൂ, മനുഷ്യന്റെ മക്കളെ എന്ന് വിളിക്കേണ്ട അത്രേ ഉള്ളൂ നമ്മൾ. അങ്ങനെ ഈ അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എക്സാക്ട് വേർഡ്സ് ഇതാണോന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് പറ്റാത്തൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാനുള്ളതല്ലേ. അതെനിക്ക് തോന്നുന്നു
ആ ഒരു ഡയലോഗ് വന്നത് ശരിക്കും എങ്ങനെയാ? നമ്മുടെ ആക്ച്വലി എല്ലാവരുടെയും ലൈഫിലുള്ളൊരു കാര്യമാണല്ലോ. രാജേഷ് മാധവൻ എവിടുന്നാ ഓടിത്തുടങ്ങി, എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടോണ്ടിരുന്നത്? ഇത് മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നമ്മളിപ്പോ ചില സാധനങ്ങൾ വിചാരിക്കില്ലേ, പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒളിച്ചോട്ടങ്ങൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുന്ന തോന്നുന്നത്. എല്ലാവരും ജീവിതത്തിലും. ചില ആൾക്കാർ മറ്റേ നിൽക്കാൻ പറ്റാത്തടത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എനിക്ക് മറ്റേ എന്നെ വിളിച്ച് സംസാരിച്ച് ഭയങ്കര പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഞാൻ ഇത്രയും ഇമ്പാക്റ്റ് അതിനുണ്ട് എന്ന് മനസ്സിലായത്. ചേട്ടാ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടല്ല, എനിക്ക് അറിയാവുന്ന ഒരു ആള് വിളിച്ചിട്ട് മറ്റേ ഭയങ്കര കരച്ചിൽ കഴിഞ്ഞിട്ട് ഇത് നിൽക്കാൻ പറ്റാത്തടത്ത് ഓടിപ്പോകാൻ പുറത്തൊരു ലോകമുണ്ട് എന്ന് അറിയാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ചേട്ടാ, അതുകൊണ്ടാണ് കരഞ്ഞത്. അപ്പൊ ഞാൻ ആ ഇമ്പാക്റ്റിൽ ആ പിന്നെ കാര്യം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണെന്ന് തോന്നുന്നു. നമുക്കൊരു ഹോപ്പാണ്. ആൾക്കാരൊരു നെഗറ്റീവായിട്ട് വിചാരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നിന്നെടുത്ത് പൊരുതി ജയിക്കണം എന്നാണ് ആൾക്കാർ ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഗ്ലോബല് മനുഷ്യന്മാരാണ്. അപ്പോൾ നിന്നെടുത്ത് പൊരുതി ജയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആ കോൺസെപ്റ്റിലൊന്നും അങ്ങനെ അഭിരമിക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള സ്ഥലം ഉണ്ടാവാം ചിലപ്പോൾ എന്ന് ഒരിക്കൽ പറയണമെന്ന് തോന്നി. അതാണ് പറഞ്ഞത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. നമുക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു സാധനവും ഒരു ഭയങ്കരമായിട്ട് അതിനകത്ത് സൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, രാജേട്ടൻ ഇങ്ങനെ സ്വാതന്ത്ര്യം തേടി ഓടിയിട്ടുണ്ടോ? ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ PG കഴിഞ്ഞിട്ട് ജോലി എടുക്കാൻ കയറിയാണ്. ഞാൻ പിന്നെ കുറച്ച് 2-3 സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തു. അപ്പൊ എനിക്ക് അതെന്റെ സ്ഥലമെല്ലാം തോന്നി തുടങ്ങിയതുകൊണ്ടാണ് ഓടി തുടങ്ങിയത്. അങ്ങനെയാണ് സിനിമയിൽ എത്തിയത്. ഇവിടുന്ന് ഓടാൻ തോന്നുന്നില്ല. ഇവിടുന്ന് ഓടി മുന്നേക്ക് എത്തണ്ടേ ഇനിയും? എൻ്റെ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാസർഗോഡ് നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി. ഇതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തു. ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ അഭിനയിച്ചു, ക്യാരക്ടർ ആർട്ടിസ്റ്റായി, നായകനായി, വില്ലനായി, സിനിമ ഡയറക്റ്റ് ചെയ്തു, കാസ്റ്റിംഗ് ഡയറക്ടറായി. അതെ, ഞാൻ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ഡോക്യുമെൻ്ററി അതിന് സഹായിച്ചു. അങ്ങനെ എനിക്ക് ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഞാൻ ഇനിയും വളർന്ന് പന്തലിക്കണം എന്നൊക്കെയുള്ള അത്രയൊന്നുമില്ല. എനിക്ക് ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, കിട്ടുന്നതിലൊക്കെ ഹാപ്പിയാണ്. വളരെ നല്ല സമയത്താണ്, വളരെ നല്ല സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അങ്ങനെ വലിയ സ്വപ്നങ്ങളില്ല എനിക്ക്. ഓക്കെയാണ്. കുറച്ചുകൂടെ സിനിമകളൊക്കെ വേണ്ടേ? കുറച്ച് സിനിമകൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാം. അത് ഈ വഴിക്ക് അങ്ങനെ നടക്കും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. സൗഹൃദങ്ങൾ എങ്ങനെയാണ് രാജേഷിന്റെ ലൈഫിൽ? പിന്നെ സൗഹൃദങ്ങൾ എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ട്. അപ്പൊ പഠിക്കാൻ തുടങ്ങിയ നാട്ടിൽ നിന്ന് പോയി നാട്ടിലേക്ക് തിരിച്ചു വരണ്ടെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ. അപ്പൊ അത് നാട്ടിലേക്ക് തിരിച്ചു വരരുതെന്ന് പറഞ്ഞാൽ നീ അവിടെ തന്നെ പിടിച്ചേക്ക് ശരിയാവും എന്ന് പറഞ്ഞ കുറെ സുഹൃത്തുക്കളുണ്ട് നാട്ടിൽ. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ അവരാണ്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ എൻ്റെ ടീമിൽ ഉള്ള സുഹൃത്തുക്കൾ അതൊക്കെ എൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ ഭാവന സ്റ്റുഡിയോ അതെൻ്റെ വേറൊരു വീടാണ്. പിന്നെ എൻ്റെ നാടക സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പിന്നെ കളിവീട് നാടക തിയേറ്ററിലെ റോഷൻ സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ ഉണ്ടാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ, റോഷൻ ദർശന, ദിവ്യ, അങ്ങനെ നാടക ടീമാണ്. അപ്പൊ അങ്ങനെ സൗഹൃദങ്ങൾ ഭയങ്കര വലിയൊരു കൂട്ടമുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ആക്ച്വലി ഈ സൗഹൃദങ്ങൾക്കിടയിൽ സിനിമ ഭയങ്കരമായി ആഗ്രഹിക്കുന്ന, സിനിമയിലില്ലാത്ത ഒരു സൗഹൃദ കൂട്ടവും ഉണ്ടാവുമല്ലോ. എന്നാൽ സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിറക്ഷനിലേക്ക് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കൂട്ടുകാർക്കൊരു ചാൻസ്, കൂട്ടത്തിലുള്ളവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവോ? ആദ്യത്തെ ഒരു 1-2 സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് തീരുമാനിച്ചു ഇവന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. നാട്ടിൽ നിന്ന് അങ്ങനെ പറയുമായിരുന്നു. അതായത് പിന്നെ രാജേഷ് ഉണ്ടോ, എന്നാ പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ കിട്ടൂല, നീ എന്റെ കൂട്ടുകാരനുണ്ടോ ഔട്ട്, അങ്ങനെയാണോ? അല്ല, എന്നിട്ടല്ല, ഞാൻ മറ്റേ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ ആരെയും കാസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ കാസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഞാൻ അതിനെ ഫേവർ ചെയ്യുന്നത് പോലെ തോന്നും എന്നുള്ള കാസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പൊ കുറച്ച്
കരുണയില്ലാതെ പെരുമാറിക്കളയും. അതിൽ സൗഹൃദങ്ങൾ മിക്സ് ചെയ്യാറില്ല. ഇല്ല ഇല്ല എന്നാലും ചെറുതായിട്ടൊരു പരിഗണനയെങ്കിലും. ഇല്ല, ഞാൻ പിന്നണിയിലേക്കൊക്കെ പിന്നെ ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു, പ്രൊഫഷണൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്നിരുന്നു. അതൊക്കെ ഞാൻ വർക്ക് ചെയ്യിപ്പിക്കും. അത് നമുക്ക് ചൂസ് ചെയ്യാൻ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ഇല്ല, സൗഹൃദത്തിന് ഇല്ലല്ലേ. നമ്മൾ കുറച്ച് കറക്റ്റ്. എങ്ങനെയുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്? ഭയങ്കര ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും എന്നോട്. നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് പേഴ്സണലി ഒക്കെ സംസാരിക്കാൻ പറ്റും. പക്ഷെ നിഷ്കരണം കഷ്ടപ്പെടുത്തും. ഇല്ല, കഷ്ടപ്പെടുത്തില്ല. ഇല്ല, നമ്മളെ കൂടെ ഓഡിഷനൊക്കെ വന്നിരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഏറ്റവും കംഫർട്ടബിൾ ആകുന്ന സമയത്ത് നമ്മൾ അഭിനയിപ്പിക്കുള്ളൂ. നമ്മൾ സംസാരിച്ച് നിങ്ങൾ ഓക്കെ ആയി എന്നുള്ളതാകുമ്പോഴേ നമ്മൾ അഭിനയിപ്പിച്ച് തുടങ്ങുള്ളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഇത് എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അതില് അത് കറക്റ്റ് മീറ്ററിലായിരിക്കും. ഭയങ്കര ഫിൽറ്ററിങ് പ്രോസസ് അല്ലേ ഒരു ക്യാരക്ടറിലേക്ക്? അത് ഡയറക്ടർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റൈറ്റർ എഴുതി വെച്ചേക്കുന്ന അതിലേക്ക് അത്രയും ഫിറ്റ് ആയിരിക്കും. നമ്മുടെ തലയിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ബേർഡൻ അല്ലേ അത്? പിന്നെ തീർച്ചയായിട്ടും ആണ്. ഈ ഉത്തരവാദിത്വം ഭൂരിഭാഗം ഡയറക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നമുക്ക് മറ്റേ വർക്കായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും. നമുക്കും ഒരു മാനസികമായിട്ട് അതൊരു നല്ല കാസ്റ്റ് ആവായിരുന്നു എന്ന് പിന്നെ ഞാൻ ആലോചിക്കരുത്. സിനിമ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എത്രത്തോളം തെറ്റ് വരാതിരിക്കാൻ പറ്റുമോ അതെൻ്റെ പണി ആദ്യമേ തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ കണ്ടിരുന്നിട്ട് ആ സിനിമ കാണുമ്പോൾ പാളി എന്ന് നമുക്ക് തോന്നും ആ മൊമെന്റിൽ. അത് ഉണ്ടാവരുത്. ആ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഏറ്റവും പെട്ടെന്ന് പിക്ക് ചെയ്ത ഒരു ക്യാരക്ടർ ആരുടെ ആയിരിക്കാം? ഒരുപാടൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല, ചെയ്യിക്കേണ്ടി വന്നിട്ടില്ല, പെർഫെക്റ്റ് കാസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ. ഒരുപാട് ചെയ്യിക്കാതെ ഈ ക്യാരക്ടർ ഇയാളാണ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്കും പിന്നെ ഉറപ്പുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ഷുക്കൂർ വക്കീലിന്റെ ക്യാരക്ടർ. അയ്യോ, അതൊന്നൊന്നര ക്യാരക്ടറാണ്. അതെ അതെ. പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളിനെ ഞങ്ങൾ ഓഡിഷൻ ചെയ്യാൻ പറ്റിയില്ല. പുള്ളിയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര നല്ല രീതിയിൽ നിൽക്കുന്നൊരു പിന്നെ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ പുള്ളീനെ വന്നിട്ട് ഞങ്ങള് അഡ്വക്കേറ്റ്സിനെയൊക്കെ ഞങ്ങൾ ഓഡിഷന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി അവിടെ വന്നു. പുള്ളിക്ക് അവിടെ വന്നിട്ട് അവിടുത്തെ സെറ്റപ്പ് ഒന്നും ഇഷ്ടമായില്ല. പുള്ളി എന്നിട്ട് മറ്റേ കുറച്ച് പിന്നെ ജാട ഉണ്ടായിരുന്നു ഷുക്കൂർ സാറിനെന്ന്. വന്നിട്ട് എന്താണ് ഈ പിള്ളേരെ എന്നെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പൊ എനിക്ക് ആ പരിപാടി അത് കറക്റ്റ് ആണല്ലോ, ഞാൻ ഉദ്ദേശിച്ചത്. അത് രതീഷ് ചേട്ടന് അധികം ഒരു ചെറിയൊരു സീൻ ചെയ്തിട്ട് സീനൊന്നും ചെയ്തില്ല, അത് വർക്കൊന്നും ചെയ്തില്ല. ഞങ്ങൾ ചെറിയ സീൻ ചെയ്തിട്ട് ഞാൻ രതീഷ് ചേട്ടനെ അയച്ചു കൊടുത്തു. രതീഷ് ചേട്ടാ, ഇത് ഇവിടുത്തെ ഒരു വലിയ വക്കീലാണ്, ഇയാള് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ ഒരാളാണ്, ഇതല്ലേ ഇത് എന്ന് ചോദിച്ചു. രതീഷ് ചേട്ടൻ അടിപൊളിയാടാ, ഇത് മതി എന്നിട്ട് ആദ്യത്തെ ഒറ്റ ദിവസം തന്നെ തീരുമാനിക്കപ്പെട്ട കാസ്റ്റാ ഷുക്കൂർ സാറിന്റെ. ബാക്കി എല്ലാവരെയും അങ്ങനെ തന്നെ കാസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അവരെയൊക്കെ നമ്മൾ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഇയാൾ ഇങ്ങനെ ചെയ്യും, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഷുക്കൂർ സാർ പെട്ടെന്ന് ഇനി വേറെ ഓപ്ഷൻ ഇല്ല, ഇത് തന്നെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.